ഗൈസ് ഇതുണ്ടോ? അയ്യാ 1913 കോടതി കേട്ടോ. അപ്പങ്ങളൊന്ന് നോക്കി എത്ര വർഷമായി കാണാത്. 13 ഇങ്ങോട്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കി. അപ്പോൾ കോടതിയിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചെല്ലണം. അപ്പോഴാണ് നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ ഫയലാവുക. അപ്പം നമ്മൾ ഫോം ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പോന്നിട്ടുണ്ട്. അങ്ങനെയാണ്. ഏതായാലും ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ട്. നമുക്കും നീതി കിട്ടുമിടേ. കുറച്ചൊന്ന് മെനക്കെട്ട് ഇറങ്ങണമെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നീതി കിട്ടും. ഏതായാലും അവളുടെ ആ കരച്ചിൽ അത് യഥാർത്ഥത്തിലൊന്ന് കരഞ്ഞു കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, മകനെ കൊണ്ടും കൊടുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മകനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും മകന് ക്ലാസ് പോകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പം അത് വേറൊരു കേസായിട്ടാണ് പോവുക. അരുണിൻ്റെതുണ്ട്. അരുണിൻ്റെത് വേറെ ആയിട്ട്. അരുണിൻ്റെ പിന്നെ കല്യാണം കഴിക്കണം. സിംഗിൾ ഫ്രഷ് അല്ല, സിംഗിൾ ആണെങ്കിലും ഫ്രഷ് ആണെങ്കിലും തള്ളല്ലാണ്ടാവൂല. തള്ള എന്നും തള്ള തന്നെയായിരിക്കോ. എന്റെ അമ്മേനെ പ്രായം ഉണ്ടാകും മറ്റോക്ക്. എന്നിട്ട് ഓള് മെസ്സേജ് അയച്ചിക്ക് ഉത്തര ഉണ്ണി ഇതാ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഓക്ക് ഉളുപ്പുണ്ടാക്കി മെസ്സേജ് അയക്കേ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. ഇനി ഒന്ന് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങണം. ഇന്നലെ ചെറിയൊരു ബുദ്ധി കുറവാണോ ബുദ്ധി കൂടുതലാണോ എനിക്ക് കൊതുകുണ്ടായിട്ട് കൊതുക് തിരി കത്തിക്കാൻ പറഞ്ഞു എൻ്റെ മോനോട്. കൊതുക് തിരി കത്തിച്ച് കഴിഞ്ഞാൽ ഡോറ് നല്ലോണം അങ്ങ് അടച്ചു വിട്ട്. എൻ്റെ റൂമായതു അടഞ്ഞു കിടക്കുകയാണ്. AC റൂമാണ്. എയർ ഹോൾസ് ഒന്നും തുറന്നു വിടാത്തതാണ്. അപ്പം ഡോർ അടച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നത് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ശ്വാസം മുട്ടിയിട്ടൊരുമില്ല. പിന്നെ ഞാനപ്പോൾ അരുണേ കിടന്നറിയില്ലേ 2 മണിക്കോ അങ്ങോട്ട്. അന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതാ രാവിലെ വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത്. ഉറക്കത്താണോലും കണ്ണനെ വരയ്ക്കാറ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലുണ്ട് ഓക്ക് ആജീവനാന്തിൻ്റെ പുറകെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ. കൂട്ടത്തിൽ നമ്മൾ മാനനഷ്ടത്തിനോടും കേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ 2 ഡ്രാഗൺ ഫ്രൂട്ട് എന്തെങ്കിലും ഒന്ന് നമുക്ക് ജ്യൂസ് അടിക്കാൻ വാങ്ങാം. ഇവിടെ മതി. അവിടെ മുടുകമത്തെ റേറ്റാ. നീ ഇല്ലാലൊന്ന് രാത്രി അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒപ്പിക്കും. വല്ല പുട്ടും പഴമൊക്കെ ഇതൊന്ന് മേടിച്ചാലട്ടെ, എന്നിട്ട് ബാക്കി പറയാം.